Hello friends, How2 വ്ളോഗറിന്റെ ടെക്നോളജി സംബന്ധമായ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാട്സാപ്പിൽ ഈ അടുത്ത കാലത്തായി വന്ന ഒരു ഫീച്ചറിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത്. വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുൻപായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഇനേബിൾ ചെയ്തു വെച്ചാൽ ഇതുപോലെയുള്ള എല്ലാ വീഡിയോകളും ലഭിക്കുന്നതായിരിക്കും. വാട്സപ്പിൽ QR കോഡ് എന്നൊരു ഫീച്ചർ അവൈലബിൾ ആണ്. ഇത് ബിസിനസ് പർപ്പസിനും പേഴ്സണൽ ചാറ്റിനും ഒരുപാട് ഉപകാരപ്രദമാണ്. QR കോഡ് വഴി കോൺടാക്റ്റ് ആഡ് ചെയ്യാം, അതുപോലെ തന്നെ നമ്പർ സേവ് ചെയ്യാതെ തന്നെ ചാറ്റ് ചെയ്യാം തുടങ്ങിയ നിരവധി പ്രയോജനങ്ങൾ ഇതിലൂടെ ലഭ്യമാണ്. ബിസിനസ്സിനോ മറ്റോ വിസിറ്റിംഗ് കാർഡുകൾ പ്രിന്റ് ചെയ്യുന്നവർക്ക് നിങ്ങളുടെ വിസിറ്റിംഗ് കാർഡിൽ വാട്സപ്പ് നമ്പറിന് പകരം QR കോഡ് നൽകാം. അല്ലെങ്കിൽ ഷോപ്പുകളോ മറ്റ് ബിസിനസ് സ്ഥാപനങ്ങളോ നടത്തുന്നവർക്ക് QR കോഡ് പ്രിന്റ് എടുത്ത് നിങ്ങളുടെ ഷോപ്പിൻ്റെയോ മറ്റോ മുന്നിൽ പതിച്ചാൽ അത് സ്കാൻ ചെയ്ത് നിങ്ങളുമായി ചാറ്റ് ചെയ്യാൻ മറ്റുള്ളവർക്ക് സാധിക്കും. ഇതിനായി നമ്മുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. മുകളിൽ വലതുവശത്തായി കാണുന്ന 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ കാണുന്നതിൽ നിന്നും സെറ്റിംഗ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ പ്രൊഫൈൽ നെയിമിൻ്റെ വലതുവശത്തായി ഒരു സിമ്പിൾ കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ QR കോഡ് ഓപ്പൺ ആകും. ഈ QR കോഡ് മുകളിൽ കാണുന്ന ഷെയർ എന്ന ഓപ്ഷൻ വഴി മറ്റുള്ളവർക്ക് എങ്ങനെ ഷെയർ ചെയ്യാമെന്ന് നോക്കാം. ഷെയർ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് താഴെ വാട്സപ്പ്, ഫേസ്ബുക്ക്, ജിമെയിൽ അങ്ങനെ പല ഓപ്ഷൻസും വരും. അതിനകത്ത് ഞാനിപ്പോൾ വാട്സപ്പാണ് സെലക്ട് ചെയ്യുന്നത്. ഞാനൊരു സുഹൃത്തിന് ഈ QR കോഡ് ഷെയർ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി ഞാൻ സുഹൃത്തിൻ്റെ പേര് സെലക്ട് ചെയ്യുന്നു. QR കോഡ് ആ സുഹൃത്തിന് സെൻഡ് ചെയ്യുന്നു. ഇപ്പോൾ ആ സുഹൃത്തിൻ്റെ മൊബൈലിലേക്ക് ഈ QR കോഡ് സെൻഡ് ആയിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മുടെ സുഹൃത്തിൻ്റെ മൊബൈലിൽ ഈ QR കോഡ് എത്തിയിട്ടുണ്ട്. നമ്മളത് ഓപ്പൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ QR കോഡും ഒരു ലിങ്കും നമുക്ക് കാണാം. ഈ QR കോഡ് നമ്മൾക്ക് എടുത്ത് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഗാലറിയിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡ് ആകും. അതുപോലെ തന്നെ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് 2 ഓപ്ഷൻസ് അവിടെ കാണാൻ പറ്റും. ഒന്ന് ആഡ് ടു കോൺടാക്റ്റ്, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ കോൺടാക്റ്റിനകത്തേക്ക് ആഡ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ആഡ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ നമ്മൾ അവിടെ നമ്പറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരിട്ട് ചാറ്റ് വിൻഡോയോ നേരിട്ട് നമ്മുടെ പ്രൊഫൈൽ വിൻഡോ ഓപ്പൺ ആയി വരും. അവിടെ നിന്ന് ചാറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ സുഹൃത്തുമായിട്ട് ചാറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഒരു ഷോപ്പിൻ്റെ മുന്നിലോ മറ്റോ QR കോഡ് പതിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോണിൽ നിന്നും QR കോഡ് ഓപ്ഷനിലെ സ്കാൻ കോഡ് വഴി സ്കാൻ ചെയ്താൽ നമുക്ക് നേരിട്ട് അയാളുടെ വാട്സപ്പ് ചാറ്റ് വിൻഡോയിലേക്ക് പോകാം. അതുപോലെ തന്നെ മറ്റൊരു ഓപ്ഷനും ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ QR കോഡ് റീസെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിനുവേണ്ടി ഇവിടെ റീസെറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അവൈലബിൾ ആണ്. നമുക്ക് എപ്പോഴെങ്കിലും നമ്മുടെ QR കോഡ് മിസ്യൂസ് ചെയ്യപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ റീസെറ്റ് ചെയ്ത് വീണ്ടും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പഴയ QR കോഡ് ഇൻവാലിഡ് ആയി പോകും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോകൾ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക.